കേരള നിയമസഭയുടെ ചരിത്രത്തിൽ രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ വിളനിലമാണ് തിരുവനന്തപുരം ജില്ലയിലെ നേമം മണ്ഡലം. 2016 ഒ രാജഗോപാലിലൂടെ BJP വിജയിച്ച ഈ മണ്ഡലം 2021 വി ശിവൻകുട്ടിയിലൂടെ ഇടതുപക്ഷം തിരിച്ചുപിടിച്ചിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനെ നേമത്തേക്ക് വെല്ലുവിളിച്ചുകൊണ്ട് ശിവൻകുട്ടി രംഗത്തെത്തിയത് രാഷ്ട്രീയ കേരളത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. മന്ത്രി വി ശിവൻകുട്ടി ഉന്നയിക്കുന്ന പ്രധാന ആരോപണം VD സതീശനും BJPയും തമ്മിൽ ഒരു രഹസ്യ ധാരണയുണ്ട് എന്നതാണ്. ഇതിനെ അദ്ദേഹം രാഷ്ട്രീയ കച്ചവടം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിന്റെ പ്രധാന വശങ്ങൾ ഇവയാണ്. സതീശൻ യഥാർത്ഥത്തിൽ BJP വിരുദ്ധനാണെങ്കിൽ അവരുടെ ശക്തി കേന്ദ്രമായ നേമത്ത് വന്ന് മത്സരിച്ച് അത് തെളിയിക്കണം. എന്നാൽ അതിന് അദ്ദേഹം തയ്യാറാകുന്നില്ല. തന്റെ സ്വന്തം മണ്ഡലമായ പറവൂരിൽ BJP വോട്ടുകൾ കോൺഗ്രസ് ഉറപ്പാക്കുന്നതിന് പകരമായി നേമത്ത് BJPയെ സഹായിക്കാമെന്നൊരു രഹസ്യ കരാർ സതീശൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ശിവൻകുട്ടി ആരോപിക്കുന്നത്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ താലോലിക്കുന്ന അപകടകരമായ ഇരട്ടത്താപ്പാണ് പ്രതിപക്ഷ നേതാവിന്റേതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. മന്ത്രിയുടെ വെല്ലുവിളിയെ ഗൗരവകരമായി എടുക്കുന്നില്ല എന്നാണ് VD സതീശന്റെ നിലപാട്. തന്നെ നേമത്തേക്ക് കെട്ടിയിറക്കി ശ്രദ്ധ തിരിക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കരുതുന്നു. സർക്കാരിന്റെ വീഴ്ചകൾ, ബഡ്ജറ്റിലെ പാളിച്ചകൾ, സാമ്പത്തിക പ്രതിസന്ധി എന്നിവ ചർച്ചയാകുന്നതിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനാണ് ഇത്തരം വില കുറഞ്ഞ വെല്ലുവിളികൾ മന്ത്രി ഉയർത്തുന്നതെന്നും സതീശൻ വാദിക്കുന്നുണ്ട്. വി ശിവൻകുട്ടി സ്വന്തം നിലയ്ക്കല്ല സംസാരിക്കുന്നതെന്നും AKG സെന്ററിൽ തയ്യാറാക്കിയ തിരക്കഥയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നതെന്നുമാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലൂടെ രാഷ്ട്രീയ ചർച്ചകളെ താഴ്ത്തിക്കെട്ടാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഈ വാക്പോരിൽ കടന്നുവന്ന മറ്റൊരു രസകരമായ വശം PR ഏജൻസികളെ കുറിച്ചുള്ള പരാമർശമാണ്. സതീശനെ നയിക്കുന്നത് PR ഏജൻസികളാണെന്ന് ശിവൻകുട്ടി ആരോപിച്ചപ്പോൾ ജനങ്ങളാണ് തങ്ങളുടെ ശക്തിയെന്നും തങ്ങൾക്ക് പ്രത്യേകതയൊന്നും ആവശ്യമില്ലെന്നും മന്ത്രി തിരിച്ചടിച്ചു. രാഷ്ട്രീയ നിലപാടുകൾക്ക് പകരം പബ്ലിസിറ്റിക്ക് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് പോകുന്നതെന്ന വിമർശനം ഇതിലൂടെ ഇടതുപക്ഷം ശക്തിപ്പെടുത്തുന്നു. നിയമം ചർച്ചയാകുമ്പോൾ മുൻ തിരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. 2011 UDF 3ാം സ്ഥാനത്തേക്ക് പോയ മണ്ഡലമാണിത്. അന്ന് JDS സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ മത്സരിച്ചത്. 2016 ഒ രാജഗോപാൽ ജയിച്ചപ്പോഴും കോൺഗ്രസ് വോട്ടുകൾ BJPക്ക് മറിഞ്ഞു എന്ന ആരോപണം LDF ഉയർത്തിയിരുന്നു. 2021 K മുരളീധരനെ ഇറക്കി ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ കോൺഗ്രസ് ശ്രമിച്ചെങ്കിലും വി ശിവൻകുട്ടി വിജയിക്കുകയായിരുന്നു. അന്നും BJP 2ാം സ്ഥാനത്തെത്തി. ഈ ചരിത്രം മുൻനിർത്തിയാണ് BJPയെ സഹായിക്കാൻ സതീശൻ നേമത്ത് വരുന്നില്ല എന്ന രാഷ്ട്രീയ ആയുധം ശിവൻകുട്ടി പ്രയോഗിക്കുന്നത്. വർഗീയ ശക്തികളുമായി ചെങ്ങാത്തം കൂടുന്നത് ആരാണെന്ന കാര്യത്തിൽ പരസ്പരം വിരൽ ചൂണ്ടുകയാണ് ഇരു മുന്നണികളും. RSS വോട്ടുകൾ വിലയ്ക്ക് വാങ്ങിയാണ് സതീശൻ പറവൂരിൽ ജയിക്കുന്നതെന്ന് ഇടതുപക്ഷം ആരോപിക്കുമ്പോൾ തങ്ങളാണ് യഥാർത്ഥ BJP വിരുദ്ധർ എന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു. മതേതര കേരളത്തിന്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ എന്ന് നിഷ്പക്ഷ നിരീക്ഷകർ കരുതുന്നു. വിഷയങ്ങൾ മാറ്റാൻ സർക്കാർ തോട്ടയിട്ട് മീൻ പിടിക്കാൻ നോക്കുന്നുവെന്ന സതീശന്റെ പ്രയോഗത്തെ ശിവൻകുട്ടി പരിഹസിച്ചു. രാഷ്ട്രീയമായി നേരിടാൻ കെൽപ്പില്ലാത്തവരാണ് ഇത്തരം പ്രയോഗങ്ങൾ നടത്തുന്നതെന്നാണ് മന്ത്രിയുടെ പക്ഷം. കോൺഗ്രസിന്റെ BJP പ്രീണനം ജനമധ്യത്തിൽ വിചാരണ ചെയ്യപ്പെടുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. വി ശിവൻകുട്ടിയും VD സതീശനും തമ്മിലുള്ള ഈ പോരാട്ടം വെറും ഒരു വാക്കേറ്റമല്ല. അത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ കേരളം ആര് ഭരിക്കണമെന്ന് നിശ്ചയിക്കുന്ന രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഭാഗമാണ്. BJP എന്ന ഘടകത്തെ മുൻനിർത്തി എതിർപക്ഷത്തെ പ്രതിരോധത്തിലാക്കുക എന്നതാണ് ഇവിടെ രണ്ട് മുന്നണികളും ലക്ഷ്യമിടുന്നത്. നേമത്ത് സതീശൻ മത്സരിക്കുമോ ഇല്ലയോ എന്നതിലുപരി കേരളത്തിലെ വോട്ടർമാരുടെ മതേതര ബോധ്യങ്ങളെ സ്വാധീനിക്കാൻ ഈ ചർച്ചകൾക്ക് കഴിയുമോ എന്നതാണ് കണ്ടറിയേണ്ടത്.